ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിൽ വളരെ റിപ്പീറ്റഡ് ആയിട്ട് കാണുന്ന ഒരു കൺസെപ്റ്റ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ. സ്റ്റഡി ദ IV ഗ്രാഫ് ഫോർ 3 റെസിസ്റ്റേഴ്സ് ഓഫ് റെസിസ്റ്റൻസസ് R1, R2 ആൻഡ് R3 ആൻഡ് സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഫ്രം ദി ഫോളോയിങ്. അപ്പോൾ 3 റെസിസ്റ്റൻസ് ആണ് നമുക്ക് തന്നേക്കുന്നത്, R1, R2, R3. ഇത് എന്ത് ടൈപ്പ് ഗ്രാഫാണ്? ഒരു IV ഗ്രാഫാണ് തന്നേക്കുന്നത്. അപ്പോൾ ഈ ഗ്രാഫ് നോക്കി നമുക്ക് ഈ റിലേഷൻ ഒന്ന് പറയണം. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് R1 ഈക്വൽ ടു R2 ഈക്വൽ ടു R3 എന്തായാലും അല്ല. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കിക്കേ, R1 ഈസ് ഗ്രേറ്റർ ദാൻ R2 ഈസ് ഗ്രേറ്റർ ദാൻ R3. മൂന്നാമത്തെ ഓപ്ഷൻ R3 ഈസ് ഗ്രേറ്റർ ദാൻ R2 ഈസ് ഗ്രേറ്റർ ദാൻ R1. ആൻഡ് നാലാമത്തെ ഓപ്ഷൻ R2 ഈസ് ഗ്രേറ്റർ ദാൻ R3 ഈസ് ഗ്രേറ്റർ ദാൻ R1. അപ്പൊ നമുക്കറിയാം, ഒരു VI ഗ്രാഫ് ആണെങ്കിൽ അതിന്റെ സ്ലോപ്പ് നമുക്ക് തരുന്നത് റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഏറ്റവും സ്ലോപ്പ് കൂടിയ ആൾക്ക് റെസിസ്റ്റൻസ് കൂടുതലാണെന്ന് അറിയാം. ഇവിടെ നമുക്ക് തന്നേക്കുന്നത് നേരെ തിരിച്ചാണ്, IV ഗ്രാഫ് ആണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്ലോപ്പ് കുറഞ്ഞ ആൾക്കായിരിക്കും റെസിസ്റ്റൻസ് കൂടുതൽ. അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻസ് വരാൻ ചാൻസ് ആർക്കാണ്? R3 ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് R2, അത് കഴിഞ്ഞിട്ട് R1. അപ്പൊ ആൻസർ ഏത് വരും? R3 ഗ്രേറ്റർ ദാൻ R2 ഗ്രേറ്റർ ദാൻ R1. സോ ദിസ് ഇസ് ദ ആൻസർ.